നമ്മെ പിടികൂടിയാൽ, റബ്ബ് നമ്മളെ ഒന്ന് വിചാരണ നടത്തിയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അവിടെ എളുപ്പത്തിൽ കടക്കാൻ ഒരു കുറുക്കുവഴിയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരുന്നു. ഒന്നാമതായി നീ അങ്ങോട്ട് ചെന്ന് ബന്ധങ്ങളെ ചേർക്കുക. ആളുകൾ പറയും, എടോ നീ നിന്റെ ഭാര്യ വീട്ടുകാരെ കാല് പിടിച്ചാൻ പോയില്ലേ, നീ ആ വീട്ടുകാരന്റെ കാല് പിടിക്കാൻ അങ്ങോട്ട് പോയതല്ലേ, നിന്റെ തറവാടിന് വല്ല കുറവുമുണ്ടോ, നിന്റെ അഭിപ്രായത്തിൽ നിനക്ക് വല്ല സ്ഥാനക്കുറവുമുണ്ടോ, നീ എന്തുകൊണ്ടാണ് നിന്റെ അഭിമാനം പണയപ്പെടുത്തിയിട്ട് നീ അങ്ങോട്ട് ചെന്ന് മാപ്പ് ചോദിക്കാൻ എന്തുകൊണ്ട് തയ്യാറായി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നമ്മളെ പരിഹസിച്ചേക്കാം. ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മളെ കൽബിലുള്ള ചിന്ത എന്താണെന്നല്ലേ, അല്ലാഹു തആല എളുപ്പത്തിൽ വിചാരണ നടത്തിയിട്ട് നമ്മെ രക്ഷപ്പെടുത്തി തരും എന്നതാണ്. ആ ഒരു ചിന്തയാണ് നമ്മുടെ കൽബിൽ. അതുകൊണ്ട് തന്നെ ആരെന്ത് പ്രശ്നമുണ്ടായിരുന്നാലും നമ്മൾ അങ്ങോട്ട് ചെന്ന് നന്നാകുന്ന മനസ്സുണ്ടാവുക. രണ്ടാമതായി ഹബീബായ നബി തങ്ങൾ പറയുന്നു, നിനക്ക് തടഞ്ഞു വെച്ച ആളുകൾക്ക് നീ കൊടുക്കുക. ഇന്ന് നമ്മുടെ ബന്ധങ്ങൾ മുറിയാൻ, നമ്മുടെ കുടുംബങ്ങൾ കലാപത്തിലേക്ക് നീങ്ങാനുള്ള കാരണം നമ്മൾ ആവശ്യപ്പെട്ട കാര്യം നിർവഹിച്ചു തരാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഭാര്യ വീട്ടുകാരോടൊരു സഹായം ചോദിച്ചു, അവരെനിക്ക് തന്നില്ല. ഞാൻ എന്റെ പെങ്ങന്മാരെ ഭർത്താക്കളോട് സഹായം തേടി, അവരെനിക്ക് തന്നില്ല. ഞാൻ എന്റെ അയൽവക്കത്തെ വീട്ടുകാരനോട് സഹായം തേടി, അവരെനിക്ക് തന്നില്ല. പിന്നീടൊരു കാലത്ത് അവർക്ക് എന്നിലേക്ക് സഹായം തേടേണ്ട സന്ദർഭം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോ നിങ്ങൾ എന്നെ സഹായിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളും സഹായിക്കുകയില്ല എന്ന് പറയുന്നൊരു മനസ്സ് വരാതിരിക്കുക. ഞാൻ എന്റെ അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് നിങ്ങളെ ഇസ്ത്രിപെട്ടി ഒന്ന് വായ്പ തരണമെന്ന് ഒരു പെണ്ണ് ആവശ്യപ്പെട്ടു. ആ വീട്ടുകാരി പറഞ്ഞു, ഞങ്ങളെ ഇസ്ത്രിപെട്ടി വായ്പ തരില്ല. നിരാശയോടെ ആ സഹോദരി മടങ്ങുകയാണ്. അല്പ ദിവസം കഴിഞ്ഞ് ഈ വീട്ടിലെ ഒരു കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ആ സമയത്ത് ഇവൾ വന്നിട്ട് ചോദിച്ചു നിന്റെ വീട്ടുകാരോട്, നിങ്ങളെ വീട്ടിലെ ഫ്ലാസ്ക് ഒന്ന് വായ്പ തരണം, ചുടുവെള്ളം കൊണ്ടുപോകാൻ. ആ സമയത്ത് ഈ സഹോദരി പറയുന്നു, അന്ന് ഇസ്ത്രി പെട്ടി ചോദിച്ചപ്പോ നിങ്ങൾ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളെ ഫ്ലാസ്കും തരികയില്ല. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് മഴ വായ്പ ചോദിച്ചപ്പോ തന്നില്ല. അവര് നമ്മളെ വീട്ടിൽ വന്ന് വിക്കാസ് വായ്പ ചോദിക്കുമ്പോ പറയും, നിങ്ങളെ മഴ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളെ വിക്കാസും തരികയില്ല. ഞാൻ എന്റെ കുടുംബക്കാരനോട് 1000 രൂപ കടം ചോദിച്ചു, അവർ തന്നില്ല. അല്പ ദിവസം കഴിഞ്ഞപ്പോ അവർ വന്നിട്ട് 1000 രൂപ എന്നോട് കടം ചോദിക്കുമ്പോ ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളും തരികയില്ല. ഈ പ്രതികാര ബുദ്ധി നിന്റെ ജീവിതത്തിൽ വരാതെ നിനക്ക് തടഞ്ഞു വെച്ച ആളുകൾക്ക് നീ കൊടുക്കുന്ന ഒരു മനസ്സ് വന്നാൽ ഹസബല്ലാഹു ഹിസാബൻ യസീറാ, നിന്റെ വിചാരണ എളുപ്പത്തിൽ നടത്തിയിട്ട് റബ്ബ് നിന്നെ സ്വർഗത്തിലേക്ക് കടത്തുന്നതാണ്. ഖാല റസൂലുള്ളാഹി. ഇന്ന് നമ്മളെ ബന്ധങ്ങൾ തകരാൻ ഇത്രയും ചെറിയ പ്രശ്നങ്ങളാണ്. ഇങ്ങോട്ട് തടഞ്ഞാലും അങ്ങോട്ട് കൊടുക്കുന്ന ഒരു മനസ്സ്. മൂന്നാമതായി ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്, നിന്നോട് അക്രമം ചെയ്ത ആളുകൾക്ക് നീ മാപ്പ് കൊടുത്തോ. എന്റെ അമ്മോശൻ എന്നോട് വലിയ ഗൗരവത്തിൽ എന്നെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ സഹോദരൻ എന്നെ കളിയാക്കി, അതല്ലെങ്കിൽ എന്റെ കുടുംബക്കാരൻ എന്നെ വഴക്ക് പറഞ്ഞു. നീ അങ്ങനെ എന്നോട് ചെയ്തവരല്ലേ, അവരെന്നോട് അങ്ങനെ പറഞ്ഞവരല്ലേ, അവരെന്നെ ആട്ടിവിട്ടവരല്ലേ, അവരെന്നെ അടിച്ചവരല്ലേ എന്ന പ്രതികാര ബുദ്ധി വെച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല, നിന്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകുന്നില്ല, നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്നില്ല.
കഴിയുകയില്ല. എന്താ പ്രശ്നമെന്നല്ലേ? അവരെന്നെ വഴക്ക് പറഞ്ഞതാണ്, അവരെന്നെ ചീത്ത പറഞ്ഞതാണ്, അവരെന്നെ വഷളാക്കിയതാണ്. പക്ഷേ നീ ഇതിന്റെ മനസ്സിൽ കൊണ്ട് നടക്കാതെ നീ അവർക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു മനസ്സ് വന്നാൽ നാളെ സ്വർഗ്ഗത്തിൽ എളുപ്പത്തിൽ കടക്കാം. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരാ, എല്ലാ സമയത്തും നമ്മളെ റബ്ബിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണെന്നല്ലേ? റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് തരുക. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ മാലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലി ഹുക്മി മൗലായ സല്ലി വസാ. റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് കൊണ്ട്, റബ്ബേ ഞങ്ങൾക്ക് പുറത്തു കൊണ്ട്. പക്ഷേ അള്ളാഹു നമ്മളോട് തിരിച്ചൊരു ചോദ്യം. എന്റെ അടിമ നിന്നെ ചീത്ത പറഞ്ഞപ്പോ, എന്റെ അടിമ നിന്നെ പരിഹസിച്ചപ്പോ ആ അടിമക്ക് മാപ്പ് കൊടുക്കാൻ നിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് അല്ലാഹു കരുണ കാണിക്കുകയില്ല. ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കാത്തവന് അല്ലാഹു മാപ്പ് കൊടുക്കുകയില്ല. ഖാല റസൂലുള്ളാഹി. അപ്പൊ അല്ലാഹു തആല നമുക്ക് മാപ്പ് തരണ്ടേ? അല്ലാഹു നമ്മൾക്ക് പുറത്തു തരണ്ടേ? അതിനുള്ള മാർഗം നമ്മൾ പടപ്പുകൾക്ക് മാപ്പ് കൊടുക്കുക എന്നതാണ്.